ബോളിങ്, ബാറ്റിങ്, ഫീൽഡിങ് ഇതാണ് നമുക്ക് പൊതുവെ ക്രിക്കറ്റ്. എന്നാൽ കണ്ണൂരിലെ ഒരു 5ാം ക്ലാസ്സുകാരന് ഇതൊന്നുമല്ല ക്രിക്കറ്റ്. എന്നാൽ പിന്നെ അവൻ എന്താണ് ക്രിക്കറ്റ് എന്ന് കണ്ടാലോ? കണ്ണൂരിലെ സാത്വിക്കിന്റെ വിശേഷങ്ങളിലേക്ക്. വെറുതെ കളിച്ചു നടക്കലല്ല, കളി പറഞ്ഞ് രസിപ്പിക്കലാണ് കണ്ണൂർ വടക്കുംപാട്ടെ സാത്വികിന്റെ ഹോബി. എന്നാണ് ഈ കമന്ററി കമ്പം കൂടെ കൂടിയതെന്ന് ഓർമ്മയില്ല. ഓർമ്മ വച്ചതു മുതൽ കളി പറച്ചിൽ കൂടെയുണ്ട്. ടിവിയിൽ ക്രിക്കറ്റ് കളി കണ്ടാണ് ഇങ്ങനെയായത്. ഞാൻ എല്ലാ കളിയും കാണുന്നു. 7 വയസ്സായപ്പോൾ തൊട്ടിട്ട് ഞാൻ ക്രിക്കറ്റ് TV ഫുള്ളും കാണുന്നു. ഏതാ മാച്ചില്ലേ അത് ഞാൻ കാണും. വടക്കുംപാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പ്രാദേശിക ടൂർണമെന്റിലാണ് അരങ്ങേറ്റം. തലശ്ശേരിയിൽ നടന്ന ടൂർണമെന്റിലും കുഞ്ഞു ശബ്ദത്തിൽ കളിയാവേശം കാണികളിലെത്തി. രവിശാസ്ത്രിയാണ് സാത്വികിന്റെ റോൾ മോഡൽ. രവിശാസ്ത്രീന്റെ കുറെ ക്രിക്കറ്റ് മാച്ചെല്ലാം ഞാൻ കണ്ടിനി. അതുകൊണ്ട് രവിശാസ്ത്രീന്റെ കമന്ററിയാ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ. ഹിന്ദിയും ഇംഗ്ലീഷും എങ്ങനെ ഒഴുക്കോടെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ഹിന്ദി അറിയാം. ഹിന്ദി ഞാൻ ചെറുപ്പത്തിൽ തന്നെ കാർട്ടൂൺ കണ്ടിട്ട് പഠിച്ച. LKG UKG ഹിന്ദി കാർട്ടൂൺ കണ്ടിട്ട്. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഇടകലർത്തി ശബ്ദം താഴ്ത്തിയും ഉയർത്തിയും ക്രിക്കറ്റിന്റെ എല്ലാ ആവേശവും ഈ കുഞ്ഞു തൊണ്ടയിൽ നിന്നുയരും. സ്റ്റമ്പ് തെറിക്കുന്ന നിരാശയും വിക്കറ്റുകൾക്കിടയിൽ ഓടുമ്പോഴുള്ള പ്രതീക്ഷയും സിക്സറിന്റെ ആവേശവും എന്ന് വേണ്ട കളിക്കാരന്റെ നിശ്വാസം പോലും നിസ്സാരമായി പറഞ്ഞു ഫലിപ്പിക്കും ഈ മിടുക്കൻ. വടക്കുംപാട്ടെ ശ്രീനാഥ് K ശരണ്യ ദമ്പതികളുടെ മകനാണ് സാത്വിക്. കുഞ്ഞനുജത്തി സായെ കൊഞ്ചിക്കലാണ് ഇപ്പോൾ മറ്റൊരു ഹോബി. കതിരൂർ ഏബിൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഫുട്ബോൾ കളിയിലും കാൽവെച്ചിട്ടുണ്ട്. CK വിനീതിന്റെ നേതൃത്വത്തിലുള്ള അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടുകയാണിപ്പോൾ. പഠിക്കാനും മിടുക്കനായ സാത്വിക് കളിപ്പറച്ചിൽ കാര്യമായി തന്നെ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. This is the venue of the Champions Trophy 2025 Grand Finale. The both teams are ready to the punch, and the blue corner per punch karne ke liye Rohit Sharma ki team India, and New Zealand won the toss and elected to bat first. ഇങ്ങനെ എത്ര ആവേശമുള്ള മത്സരമായാലും അതിന്റെ ആവേശം ഒട്ടും ചോരാതെ ഈ മിടുക്കൻ അത് കമന്ററി പറഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കും. ഈ മിടുക്കന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.